ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അനുകൂലമായ സാഹചര്യം, വ്യക്തികൾ, അറിവ്, ആരോഗ്യം, സൗന്ദര്യം, സാമ്പത്തികം, സമാധാനം, ദൈവകൃപ എല്ലാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലും എന്നിലേക്കും കടന്നു വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് നോക്കാം ഒക്ടോബർ മാസം എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എന്താണ് അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്ത് അനുഗ്രഹങ്ങളാണ് കടന്നു വരുന്നത്? ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയാം. 13, 4, 5, 6, 3, 18, 9, 6, 7, 14, 5, 9. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഈ നമ്പേഴ്സ് ഉണ്ടോ, മന്തായിട്ടോ ഡേറ്റ് ആയിട്ടോ ഇയർ ആയിട്ടോ ഈ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഈ 10ാം മാസത്തിൽ എന്ത് അനുഗ്രഹമാണ് വരുന്നത്? 10ാം മാസത്തിൻ്റെ ടോട്ടൽ വരുന്നത് 2 എനർജിയിലാണ്. മൂണിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഈ ഒരു മാസം കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ കോൺഫ്ലിക്റ്റിലൂടെയാണ് കടന്നു പോയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നു. നിങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പല ഇടങ്ങളിലും ചെന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ കോൺഫ്ലിക്റ്റ്, അത് ശരിയാകുമോ ഇത് ശരിയാകുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തിക അനുഗ്രഹം കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സെലിബ്രേഷൻ നിങ്ങളിലേക്ക് ഉടൻ തന്നെ ഈ മാസം തന്നെ നിങ്ങൾക്ക് ഭൂമി സംബന്ധമായി ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ വിൽക്കുവാൻ സാധിക്കുന്നു. സാമ്പത്തിക നേട്ടമാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നത്. ഈ കഴിഞ്ഞ മാസം വരെ നിങ്ങൾ ഏതോ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തികപരമായിട്ടുള്ള ഏതോ ഒരു വിഷയത്തിന് വേണ്ടി നല്ല രീതിയിൽ സ്ട്രഗിൾ അനുഭവിച്ചിരുന്നു എങ്കിൽ അതിൽ നല്ലൊരു ഹാപ്പിനെസ് നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെയുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 6 ഓഫ് കോയിൻ്റെ എനർജി വന്നിരിക്കുന്നത്? റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നല്ല പെയിൻ അനുഭവിക്കുന്നുവെങ്കിൽ, ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വേദനകൾ അനുഭവിക്കുന്നുവെങ്കിൽ അത് റിലീസാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ വഴക്കുകൾ, കോൺഫ്ലിക്റ്റുകൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് സാമ്പത്തികപരമായിട്ടോ സമയത്തിൻ്റെ പേരിലോ സ്നേഹത്തിൻ്റെ പേരിലോ നിങ്ങളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി റിലേഷൻഷിപ്പ് ഒന്നാകാനുള്ള സാധ്യത ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മാസം റിലേഷൻഷിപ്പിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ഒക്കെ ഒരു അനുഗ്രഹപ്പെട്ട ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾ കുറേ സ്ഥലങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും എങ്ങൊന്നും നിങ്ങളെ വിളിക്കുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യത ഇവിടെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ദ മൂണിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. കടുത്ത സമ്മർദ്ദത്തിലായിരുന്ന ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, മാനസിക അവസ്ഥ നേരെ പോകുന്നില്ല, എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ്, ഡീപ്പ് ഇമോഷനിലേക്ക് പോകുന്നു, എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരാൻ സാധിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്
ഇവിടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരിക്കാം. കുറേ നെഗറ്റിവിറ്റീസ്, സറൗണ്ടിങ് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷനിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ ആൻസൈറ്റി ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിലാണെങ്കിലും അതിൽ നിന്നെല്ലാം എൻ്റെ വ്യൂസിന് പുറത്തു വരാൻ സാധിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ മറന്നു പോകരുതേ. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. 9 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഒരുപാട് നാളായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ടുള്ള കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ അത് എത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് റിലേഷൻ ബേസിലാണെങ്കിലും സാമ്പത്തികപരമാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ആകാൻ പറ്റുന്നില്ല. വീട് പണിയാണെങ്കിലും ശരി തന്നെ, അത് കംപ്ലീറ്റ് ആകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ സൂക്ഷിക്കുന്നുണ്ട്, അത് കംപ്ലീറ്റ് ആകുന്നില്ല. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞ മാസം വരെയും കംപ്ലീറ്റ് ആകാതിരുന്ന ചില കാര്യങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നതായിട്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന എന്ത് സിറ്റുവേഷനാണോ അത് നിങ്ങൾക്കിവിടെ കംപ്ലീറ്റ് ആകുന്നു എന്നുള്ള എനർജി വന്നിരിക്കുന്നു. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. ഇവിടെ അധികാരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടും നിങ്ങൾ രാജാവാകാൻ പോകുന്നു. അതുപോലെ തന്നെ ഇമോഷണൽ ബേസിലും നിങ്ങൾക്ക് നല്ല ഉയർച്ച ലഭിക്കാൻ പോകുന്നു. ഇപ്പം നിങ്ങളെ ഡിഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ജോലി സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് താഴെ ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എത്ര നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് യാതൊരു വാല്യൂം തരാതിരുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാലറി വർധനവ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നു, നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് വെച്ചിരുന്നു, മറ്റ് പല കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന റിലേഷൻഷിപ്പിൽ നിന്നെല്ലാം നിങ്ങളെ രാജ്യാധികാരത്തിലേക്ക് ഇരുത്താൻ പോകുന്നു. കാരണം നിങ്ങളുടെ വാക്കിനും നിങ്ങളുടെ പ്രവൃത്തിക്കും ഒക്കെ വാല്യൂ തരുന്നതായിട്ടുള്ള ജോലി സ്ഥലത്താണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു അധികാരം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്പ് വീണ്ടും ആവർത്തിച്ചു വന്ന് റിലേഷൻഷിപ്പിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം ഈ ഒരു മാസം എന്ന് പറയുന്നത് മൂണിൻ്റെ എനർജിയിലുള്ള മാസമാണ്. ഓക്കെ, മൂണും സണ്ണും കൂടി മിക്സ് സംഗമ ടൈമാണ്. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. 7 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചിരുന്ന നിങ്ങളുടെ ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വന്നിരുന്നതായിട്ടുള്ള നെഗറ്റീവ് വാക്കുകൾ, ചിന്തകൾ, അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് റിലീസാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മനഃപൂർവ്വമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ ഭാരത്തിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതിരുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മനസ്സിൽ അത്രത്തോളം ഭാരങ്ങൾ സൂക്ഷിച്ചിരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഓക്കെ, ഒന്നുകിൽ ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാരം സഹിക്കാൻ വയ്യാതെ ഇരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. അത് തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് കൊണ്ടിരുന്ന ഒരു വ്യക്തിയാകാം, നിങ്ങൾ മോശം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാകാം. അതെന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പൂർണ്ണമായും അവസാനിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് സമയമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെയും ജീർണിച്ചിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു വിധത്തിലും അതിലൊരു മാറ്റം വരാത്ത വണ്ണം ജീർണിച്ച് നിങ്ങളുടെ മാനസികമായും നിങ്ങളുടെ ശാരീരികമായും നിങ്ങളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന എന്തോ ഒരു കാര്യത്തിന് ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. 9 ഓഫ് പെൻറ്റിക്കിളാണ് വരുന്നത്. ഒരു അബൻഡൻസിൻ്റെ ടൈമാണ്. ഇത്രയും നാൾ നിങ്ങളെ കെട്ടിയിട്ടിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്നും റിലീസാകാൻ പറ്റാതിരുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കുവാനാണ് സാധിക്കുന്നത്. അത് ഇത്രയും നാൾ നിങ്ങളെ അത് ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾ ഫ്രീ ആകുകയാണ്. ഓക്കെ, നിങ്ങൾ ഫ്രീ ആയിട്ട് സാമ്പത്തികപരമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ടായിരിക്കാം നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ ലവേഴ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. റിലേഷൻ സംബന്ധമായിട്ടൊരു ബ്യൂട്ടിഫുൾ മന്താണ്. അപ്പം നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ലഭിക്കും, നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ സത്യാവസ്ഥയിലൂടെ.
ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാതെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ചില വ്യക്തികൾ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ പോലും അറിയാതെ മുന്നിൽ വന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നിലൂടെ നമ്മളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടുകൾ അയക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ലവേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി മൂന്നാമതൊരു വ്യക്തി എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയുന്നു, റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ തകർത്തിരുന്നതായിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും 3 ഓഫ് സോഡിൻ്റെ എനർജി ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചിരുന്നതായിട്ടുള്ള കഴിഞ്ഞ മാസം വരെയും നിങ്ങൾ വേദനയിലൂടെ കടന്നു പോയിരുന്ന ഏതോ ഒരു സിറ്റുവേഷനെ ഇവിടെ റിലീസ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നിങ്ങളെ ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ടുള്ളതാണ്. നിങ്ങൾ വേദനിച്ച് നിന്നിരുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില തുടക്കങ്ങൾ, ഇതുവരെ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും, ഇതുവരെ മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു, വേദനകൾ അവസാനിക്കുന്നു എന്നുള്ള എനർജി നല്ല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് കൂടി നോക്കാം. ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്? ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്? പ്രപഞ്ചശക്തിയിൽ നിന്നും ഈ ഒരു മാസം എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസ് കീപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ബ്ലെസ്സിങ് ആണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ സക്സസ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വിജയത്തിനുള്ള ഇവിടെ 6 നമ്പറാണ് വന്നിരിക്കുന്നത്. 6 നമ്പർ എന്ന് പറയുമ്പോൾ ഒരു വിജയത്തിൻ്റെയാണ്. നിങ്ങൾ ഫേസ് ചെയ്തതായിട്ടുള്ള എല്ലാ തോൽവിയിൽ നിന്നും നിങ്ങൾക്കൊരു വിജയം ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി. വിവാഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് വിവാഹത്തിനുള്ള ഏറ്റവും നല്ല ഒരു സമയമായിട്ട് ഇത് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത്രയും നാൾ നിങ്ങൾ വേദനിപ്പിച്ച ഏത് സിറ്റുവേഷൻ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല പാഷനോടുകൂടി നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, സ്റ്റക്കായിരുന്ന ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്നു. നിങ്ങൾക്കൊരു അവെയർനെസ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ യാത്ര ലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിജയത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം നിങ്ങളെ തേടി കാണുന്നു. മദർ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക, പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്ന ഗൈഡൻസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചലിച്ചെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ ബാലൻസുകളേ വരുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ചലിക്കാതിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ നിന്ന് ക്ഷയിച്ചു പോകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിന് മാത്രമേ ജീവനുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കാണെങ്കിൽ ആ സ്റ്റക്കിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. ചലിക്കുന്ന ഒരു കാര്യത്തിന് മാത്രമേ ജീവനുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത് ചാരിയറ്റിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, കണ്ണടച്ച് ചില കാര്യങ്ങൾ അത് അങ്ങനെയാണ്, അങ്ങനെ വരുള്ളൂ എന്ന് നമ്മൾ പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ തോന്നൽ മാത്രമാണ്. നമ്മുടെ തോന്നലുകളെല്ലാം സത്യമാകണമെന്നില്ല. നമ്മുടെ തോന്നലുകൾ പലപ്പോഴും നമ്മളെ മോശം സിറ്റുവേഷനിലേക്ക് എത്തിക്കാറുണ്ട്, അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ പോലും മോശമായി ചിന്തിച്ച് അത് നമ്മുടെ ലൈഫിലേക്ക് വരും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തികൾ, നല്ല രീതിയിൽ സന്തോഷത്തിലിരിക്കുന്ന ഒരു വ്യക്തികൾ, പക്ഷേ അവരുടെ ഇടയിൽ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്നെ കളഞ്ഞിട്ട് പോകുമോ? ഓക്കെ, ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു, ഇനി നമ്മൾ ശരിയാകത്തില്ല. ഇതായിരിക്കും ചെറിയ വഴക്കുകളിൽ വരുന്ന വലിയ വാക്കുകൾ. അപ്പോൾ ആ വാക്കുകൾ നിരന്തരമായിട്ട് യൂണിവേഴ്സിലേക്ക് പോയി അത് അവിടെ
ഫിക്സ് ആകുകയാണ്. അപ്പം യൂണിവേഴ്സിൻ്റെ എനർജി എന്താണ് വിചാരിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ് അവർ തങ്ങളിൽ ചേരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിരന്തരം വരുന്ന വാക്കുകളെല്ലാം നെഗറ്റീവ് വാക്കുകളാണ്. അപ്പം നിങ്ങളുടെ ഇടയിലേക്ക് ചില നെഗറ്റീവ് എനർജീസ് അവിടെ വന്നു തുടങ്ങും. അപ്പം നമ്മളൊന്നും കാണാതെയും കേൾക്കാതെയും ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ശരിക്കും നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ നമ്മുടെ ചിന്തകൾ കാരണം നമ്മളെ ബന്ധിച്ചിരിക്കുന്നു. അവരെനിക്ക് ബ്ലാക്ക് മാജിക് ചെയ്തിരിക്കുന്നു, ഇതെനിക്ക് പ്രശ്നമാണ്, അവിടെ എനിക്ക് എന്തൊക്കെയോ വേണ്ടി എനിക്ക് എന്നെ ബന്ധിക്കുന്നതിന് വേണ്ടി എന്തോ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ഇലൂഷനിൽ നമ്മളായി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം പുറകെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനെ എല്ലാം നമ്മൾ വിട്ട് കളഞ്ഞുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പം മുന്നോട്ട് പോകണമെങ്കിൽ വരുന്നിടത്ത് വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ ഫേസ് ചെയ്തേ മതിയാകുകയുള്ളൂ. അപ്പം അങ്ങ് ചെന്ന് കുനിയുന്നതിന് പകരം ഇവിടുന്ന് നമുക്ക് കുനിഞ്ഞു പോകേണ്ട കാര്യമില്ല. ഓക്കെ, അവിടെ ചെല്ലുമ്പോഴല്ലേ, അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക. നിങ്ങൾ ലക്ഷ്യങ്ങൾ കാണും, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ ലക്ഷ്യങ്ങൾ കാണും, നിങ്ങൾക്ക് വിജയം ലഭിക്കും. കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുക. ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നു എങ്കിൽ, നിങ്ങൾക്കിത് വിശ്വാസമാകുന്നു എങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുവാനും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ വേദന അനുഭവിക്കുന്നതായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ലഭിക്കുന്നതിനും അവർക്കൊരു മോട്ടിവേഷൻ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാവുന്നതുമാണ്. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായി തന്നെ ടാരോ കാർഡ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയും റീഡ് ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.